ഭാരങ്ങളെല്ലാം മാറ്റും ദൈവം അണയുന്ന നിമിഷമിൽ ആരാധന കലർന്ന സാത്താനും ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമിൽ ആരാധന ഈശോയുടെ വലിയ ശക്തി സമൂഹത്തിൽ കടന്നു വരുന്നു. ദൈവം നമ്മളെ ഏറ്റെടുക്കുന്നു. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ ബന്ധനാവസ്ഥകളെ യേശു ഏറ്റെടുക്കുന്നു. നമ്മുടെ രോഗാവസ്ഥകളെ ദൈവം ഏറ്റെടുക്കുന്നു. നമ്മുടെ പാപബന്ധനങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തകർച്ചകളിൽ നിന്ന് നമ്മളെ വിമോചനം നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise you, Jesus. Praise you, Jesus. നമുക്ക് ഈശോയെ ഒരിക്കൽ കൂടി ഗായകനോട് ചേർന്നുകൊണ്ട് സാവകാശം ഹൃദയത്തിന്റെ നിമന്ത്രണമെന്നോണം ശാന്തതയിലേക്ക് നമുക്ക് വരാം. ശാന്തതയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ തമ്പുരാൻ ഇതാ നമുക്ക് വേണ്ടി. നമ്മുടെ തമ്പുരാൻ ഇതാ നമുക്ക് വേണ്ടി. നമ്മുടെ തമ്പുരാൻ നിശബ്ദതയിൽ നിന്നും ഹൃദയത്തിൽ ഉദീർണമാകുന്ന ആ ഗാനത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും ചേർത്ത് വെച്ച് യേശുനാഥന്റെ മുൻപിൽ അവിടുത്തെ മഹത്വത്തിന്റെ മക്കളാകാൻ, അനുഗ്രഹത്തിന്റെ മക്കളാകാൻ, യേശുവേ ഞാൻ നിന്റെ അനുഗ്രഹത്തിനായി കാതോർക്കുന്നു. നമുക്ക് പാടാം ഒന്ന് ചേർന്ന് ഈശോയോടൊപ്പം. ശിരസ്സൊക്കെ കർത്താവിലേക്ക് പിടിച്ച് കർത്താവിൻ്റെ അരികിൽ നമുക്കൊന്ന് നമ്ര ശിരസ്കരായി ഈ ഗാനത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കർത്താവിൻ്റെ അരികിൽ നമുക്കൊന്ന് നമ്ര ശിരസ്കരാകാം. ആ പാദപീഠത്തിൽ വീട് കടന്ന് പ്രാർത്ഥിച്ച പാപിനിയെ പോലെ നമുക്കും കർത്താവിൻ്റെ പാദാന്തികത്തില് ഈ ഭൂമിയില് കർത്താവിന്റെ പാദാന്തികത്തിൽ നമുക്ക് അല്പസമയം നമ്രശിരസ്കരായി പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നമുക്ക് ഏറ്റു പറയാം. എല്ലാം ഒട്ടും മടങ്ങി എല്ലാവരും ഏറ്റു പറയുന്നു, എന്റെ ദൈവമാണ്, എന്റെ കർത്താവാണ്, എന്റെ സ്നേഹമാണ് എന്ന് ഹൃദയപൂർവം സ്തുതിയും പുകഴ്ചയും
ചെയ്യും. എന്നും സ്വീകരിക്കാൻ യോഗ്യനായോൻ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഈശോയുടെ അരികില് അവിടുത്തെ സ്നേഹത്തിന്റെ തണലിലേക്ക് ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ നിറവോടുകൂടി ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ദൈവമേ എൻ്റെ സർവസ്വവുമേ എന്ന ആ വലിയ നിമന്ത്രണം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ സ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. ശാന്തതയോടെ, ആരാധനാ മനോഭാവത്തോടെ, പ്രാർത്ഥന അരൂപിയോടെ നമ്മുടെ സ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. അനുഗ്രഹമായി നമ്മളിലേക്ക് കടന്നു വരുന്ന കർത്താവ്, ഓരോ പ്രഭാതവും പുതുതാക്കി തരുന്ന ദൈവം, നമ്മോടുകൂടെ നമ്മുടെ മധ്യേ ഇതാ സന്നിഹിതൻ. ആ തമ്പുരാന്റെ അരികില് പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ അഭിഷേകത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളിൽ പാപബോധമുണ്ടാകും. നിങ്ങൾ മാനസാന്തരത്തിന്റെ മക്കളാകും. യെരൂശലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പസ്തോലന്മാരില് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവർ സാക്ഷികളായി മാറി. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, അവരിൽ നിന്നും ഭയം വിട്ടകന്നു. അവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി, ദൈവവചനത്തിന്റെ സാക്ഷികളായി മാറി. നമുക്കും ആത്മാവിന്റെ നിറവിന് വേണ്ടി കൊതിയോടെ പ്രാർത്ഥിക്കണം. ഒരുക്കപ്പെട്ട ഒരു മനസ്സിലേക്ക് അന്ന് സഹിയോൻ കൂടാരത്തിൽ പ്രാർത്ഥിച്ചിരുന്ന അപ്പസ്തോല സമൂഹത്തിന്റെ മേൽ ആവസിച്ച